നിലവിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തും ആരംഭിച്ചിട്ടുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ഘട്ടത്തിൽ തന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കം രാഹുൽ ആരംഭിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങൾ എന്നത് അത്രമേൽ കരുത്തുറ്റതാണ്. ഒരുപക്ഷെ രാജ്യത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് പോലും മാതൃകാപരമാണ് നമ്മുടെ പോലീസ് സംവിധാനം എന്ന് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. എത്രയോ വലിയ കേസുകൾ അന്വേഷിച്ച് പ്രതികളിലേക്കൊക്കെ എത്താൻ പറ്റുന്നുണ്ട്. വലിയ മോഷണ കേസുകളിലെ പ്രതികളെ പോലും വിദേശത്ത് നിന്ന് അടക്കം കേരളത്തിൽ എത്തിച്ച ചരിത്രമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി അവരെ പിടികൂടിയ സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തലിനെ പിടികൂടാൻ സാധിക്കുന്നില്ലേ? നമുക്കിത് അല്പം കൂടി ആധികാരികമായി പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഇനി അതിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അതായത് രാഹുൽ എവിടെ എന്ന ചോദ്യം ഉയരുമ്പോൾ അതിന് പല സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് തീർച്ചയായും അതായത് രാഹുൽ മാങ്കൂട്ടം എന്നത് ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്, ഒപ്പം കോൺഗ്രസ് നേതാവായിരുന്നു. സാങ്കേതികമായി ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അല്ല എന്ന് പറയുമ്പോൾ പോലും വലിയ ബന്ധങ്ങൾ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിലെ തന്നെ യുവാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് രാഹുലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് എന്ന വിമർശനം തുടർച്ചയായി ഉയരുന്നത്. ഇവിടെ ഒന്നാമത്തെ സംശയം എന്നത് രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് രാഹുൽ ഇപ്പോൾ ഒളിവിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായി തന്നെ ഒളിവിൽ കഴിയുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. അതിനുള്ള സാധ്യതകൾ രാഹുൽ മാങ്കൂട്ടം പ്രയോജനപ്പെടുത്തിയോ എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചില സൂചനകൾ പുറത്തു വരുന്നത് പ്രേക്ഷകരുമായി പങ്കുവെച്ച കാര്യം തന്നെയാണ്. അതായത് ഒരു നടിയുടെ ചുവന്ന കാറിൽ ആണ്, വോക്സ് വാഗന്റെ കാറിൽ ആണ് രാഹുൽ മാങ്കൂട്ടം കടന്നു കളഞ്ഞത് എന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടം സംസ്ഥാനം വിട്ടിട്ടുണ്ടോ എന്ന സംശയം കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ കണ്ണു വെട്ടിക്കുന്നു, പോലീസ് സംവിധാനത്തിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അത് ഒളിവിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് സംവിധാനത്തിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പോലീസ് വളരെ ക്രിയാത്മകമായി ഇടപെടുമ്പോഴും ആ പോലീസ് സംവിധാനത്തിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് രാഹുൽ മുങ്ങി നടക്കുന്നു എന്ന് തന്നെയാണ്. ഇനി എന്താണ് അടുത്ത സാധ്യത എന്നതാണ്. അവിടെയാണ് ഡാൻ പങ്കുവച്ച വിവരം പ്രധാനപ്പെട്ടതാകുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ആ മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അത് നാളെ ഒരു പക്ഷേ അറിയാൻ സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ സാധിക്കില്ല. കാരണം കോടതിയുടെ മുന്നിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടം നിലവിൽ സീൽ ചെയ്ത കവറിൽ കുറേയേറെ ഡോക്യുമെന്റുകൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ ഡോക്യുമെന്റുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ഇപ്പോൾ പ്രേക്ഷകരുമായി നമുക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കില്ല. അതേസമയം അതിജീവിത നൽകിയിട്ടുള്ള തെളിവുകൾ, അതിജീവിത നൽകിയിട്ടുള്ള മൊഴി, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓർക്കുക, FIR എന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് സാങ്കേതികമായി തെളിയിക്കപ്പെടുന്ന ഒന്നല്ല. എങ്കിലും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ വിവരങ്ങൾ കോടതിക്ക് നൽകാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഈ ജാമ്യാപേക്ഷയിന്മേൽ തന്നെ വാദം തുടരുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ആ വാദത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നത് തന്നെയാണ് നിർണായകമാകുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ കോടതിയുടെ നിലപാട് എന്ത് എന്നതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ ആണ് ഇപ്പോൾ നമ്മുടെ അന്വേഷണ സംഘം എന്ന് വേണം അതിൽ നിന്ന് അനുമാനിക്കാൻ. കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് എന്ത് എന്നത് അറിഞ്ഞതിന് ശേഷം തുടർ നീക്കങ്ങളിലേക്ക് ഒരു പക്ഷേ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ പോയേക്കാം. മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നാണ് കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത്. അങ്ങനെ കോടതിയുടെ നിലപാടിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാത്തിരിപ്പിന് എന്ന് അവസാനമുണ്ടാകും, നാളെ അവസാനമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഞാൻ അടുത്ത ഡേറ്റയിലേക്ക് പോവുകയാണ്. ഒരു ഡേറ്റ കൂടി ഉണ്ടായിരുന്നു, അതിന് ശേഷം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് അറസ്റ്റ് വൈകുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് സർക്കാരിൻ്റെ സമ്മർദ്ദമാണോ എന്നതാണ്. സർക്കാരിൻ്റെ സമ്മർദ്ദമാണോ എന്ന സംശയം ആണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റുന്ന അടുത്ത ഡേറ്റ. അങ്ങനെ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് പോലീസ് സംവിധാനങ്ങൾ വശംവദരാകുമോ എന്നൊരു സംശയം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ആ വിമർശനം ഉയരുന്നുണ്ട്. ഞാൻ അടുത്ത ഡേറ്റയിലേക്ക് പോകുന്നതിന് മുമ്പ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു വിവരം നേരത്തെ തന്നെ പങ്കുവെച്ചതാണ്. നമുക്ക് ആ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് കേൾക്കാം. ഇതൊരു നാടകമാണ്. ഇത് 3-4 മാസം മുമ്പേ സുവമോട്ടോ കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്
എലക്ഷൻ്റെ 4 ദിവസം മുമ്പേ ഈ അറസ്റ്റിൻ്റെ ഒരു നാടകം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ അതിൻ്റെ ഉത്തരം തരാം. ശബരിമല കൊള്ളയെന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കണം എന്നാണ് മുഖ്യമന്ത്രിൻ്റെയും ദേവസ്വം മന്ത്രി വാസവൻ്റെയും കടകംപള്ളി സുരേന്ദ്രൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഈ ഡ്രാമ. ഇതെല്ലാം പണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു, ചെയ്തില്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. യെസ്, ഇതാണ് മറ്റൊരു സാധ്യത. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലഘട്ടം ആണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഈ രാഹുൽ വിഷയം എന്നത് സർക്കാരിന് ഏറെ ഗുണകരമായി മാറിയിട്ടുള്ള ഒന്നാണ്. കാരണം സർക്കാരിന് നേരെ കോൺഗ്രസും BJPയും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ ഓർക്കേണ്ടത്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 2 CPIM പ്രവർത്തകർ അറസ്റ്റിലാണ് എന്നുള്ളതാണ്. അതിൽ ഒന്ന് വാസുവാണ്, ഒന്ന് പത്മകുമാർ ആണ്. ഈ 2 പേർ അറസ്റ്റിലാവുമ്പോൾ സർക്കാരിന് നേരെ ഉയരുന്ന വിമർശനങ്ങൾ, ഇനി ഇവരുടെ മൊഴി എത്രത്തോളം ഗൗരവതരമാണ്, ഇനിയും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ടോ? അങ്ങനെ ഒരു റിപ്പോർട്ട് നാളെ കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഒരു പക്ഷേ നാളെ ഈ വാർത്ത തിരിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ SITക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ വിഷയത്തെ വാർത്തകളിൽ നിറഞ്ഞു നിർത്തിയാൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ഭാഗത്ത് അതിജീവിതയാണ് ഉള്ളത്, അതിജീവിതയ്ക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. മറുഭാഗത്ത് അധികാരം ഉപയോഗിക്കുന്ന രാഹുൽ എവിടെ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു. വീണ്ടും ഡാൻ കുര്യൻ തന്നെയാണ് തുടരുന്നത്. ഡാനിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ അവിടെ ഡാൻ എടുത്തു പറയേണ്ടത്, ഈ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി ഉറപ്പാക്കേണ്ട സാഹചര്യമുണ്ട്. അതെത്രയും പെട്ടെന്ന് നീതി ഉറപ്പാക്കുക എന്നതാണ്. നമ്മളെപ്പോഴും പറയുന്ന ഒന്നുണ്ട്, ഒരു പരാതി ലഭിച്ചാൽ ഏറ്റവും പെട്ടെന്ന് ആ പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തുക. അതല്ല എങ്കിൽ ഒരുപക്ഷെ തെളിവുകളടക്കം നശിപ്പിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെ ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുമ്പോൾ ആ ഒരു സാധ്യതയെ എങ്ങനെ, അതായത് അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടുകയാണെങ്കിൽ ഏതാണ്ട് ആ ടോപ്പിക് അവിടെ അവസാനിക്കുന്ന സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായി കഴിഞ്ഞിട്ടുണ്ട്, പിന്നീട് ജാമ്യം ലഭിക്കുമോ എന്നതൊക്കെ നിയമ നടപടിയാണ്. പിന്നീട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്വം കഴിയുന്ന സാഹചര്യം, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് ആവർത്തിക്കുന്ന കോൺഗ്രസിന് അത് കൂടുതൽ ഗുണകരമാകും. അപ്പോൾ രാഹുലിനെ പിടികൂടാത്തതിന് കാരണം രാഹുൽ കൃത്യമായി പോലീസിനെ വെട്ടിച്ച് മുന്നേറുന്നു അല്ലെങ്കിൽ വെട്ടിച്ച് ഒളിത്താവളത്തിൽ ഇരിക്കുന്നു എന്നത് മാത്രമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? ഈ BJPയും അതോടൊപ്പം UDFിലെ ചില നേതാക്കളും ആരോപിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയെ തുടർന്നാണ് ഈ കേസ് ഇപ്പോൾ ഇങ്ങനെ പരാതി അടക്കം വന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം, അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രീയമായി സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി പറയേണ്ടി വരും. അതായത് ഈ ഇരയെ രാഷ്ട്രീയമായി സ്വാധീനം ചെലുത്തി ഈ പ്രധാനപ്പെട്ട വിവാദങ്ങൾ, സ്വർണ്ണക്കൊള്ള അടക്കം മറച്ചുവെക്കുന്നതിന് വേണ്ടി ഇവരെ ബോധപൂർവം സ്വാധീന ശക്തികൾ അവരെ കൃത്യമായി അവരുടെ വരുതിയിലാക്കി ഇങ്ങനെയൊരു പരാതി ഇപ്പോൾ പെട്ടെന്ന് നൽകിപ്പിച്ച് അങ്ങനെ ഒരു ഗൂഢാലോചന ക്രിയേറ്റ് ചെയ്ത് മറ്റ് വിവാദങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ